السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل وسلم وبارك وانعم على نبينا وحبيبنا وسيدنا محمد وعلى آله الطيبين الطاهرين وعلى أزواجه الطاهرات أمهات المؤمنين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറ്റവും ആദരണീയയായിട്ടുള്ള ഈ മഹത്തായ യോഗത്തിൻ്റെ അധ്യക്ഷ നൗഷില ടീച്ചർ, അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച ഫർഹാന ടീച്ചർ, ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഷാജഹാൻ ചലവറ, അതുപോലെ തന്നെ ഇവിടുത്തെ ഗസ്റ്റ് നൂർജഹാൻ ഷംസുദ്ദീൻ, അതുപോലെ വേദിയിലും സദസ്സിലൊക്കെ ഇരിക്കുന്ന സഹോദരികളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആദ്യമായിട്ട് റിയാദിലെ MGMൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ നമ്മുടെ സഹോദരിമാരെ വിളിച്ചു കൂട്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു സദസ്സ്, ഒരു ക്ലാസ് സംഘടിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായിട്ടുള്ള സംഗതിയാണ്. അല്ലാഹു തആല വലിയ നന്മയായി സ്വീകരിക്കട്ടെ. എനിക്കുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് വലിയ കാലതാമസമില്ലാതെ ഇതുപോലെ നിങ്ങൾ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ളതാണ്. ഇവിടെ മുസ്ലിമത്തായിട്ടുള്ള സത്യവിശ്വാസിനിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കടമകൾ എന്ത് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതൊരു വനിതയാകട്ടെ, അവളുടെ മേലുള്ള ഒന്നാമത്തെ കർത്തവ്യം അവൾക്ക് ജീവൻ നൽകിയ, അവൾക്ക് കണ്ണും കാതും നൽകിയ, അവൾക്ക് സകലമായ അനുഗ്രഹങ്ങളും നൽകിയിട്ടുള്ള അള്ളാഹുവിന് നന്ദി കാണിക്കുക, അതായത് അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ഏകദൈവ വിശ്വാസം എന്ന് പറയും. ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ പറയുകയാണെങ്കിൽ തൗഹീദ് എന്ന് പറയും. ആ തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് ആരാധനയുടെ ഇബാദത്തിൻ്റെ മുഴുവൻ അംശങ്ങളും ആ റബ്ബിന് മാത്രം സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു സ്ത്രീയുടെ കർത്തവ്യം എന്ന് മാത്രമല്ല, സകല മനുഷ്യരുടെയും പ്രഥമ കർത്തവ്യം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് എത്രയോ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1-2 നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 36-ാം സൂക്തമാണ്. നമ്മൾ പഠിക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അവനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക എന്നുള്ളത്. സഹോദരിമാരെ, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾ 1000 തവണ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കണം, നന്ദി അർപ്പിക്കണം. കാരണം നിങ്ങൾക്കറിയുമോ, നമ്മുടെ നാട്ടിൽ എത്രയോ ബഹുദൈവ വിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളിൽ ഇസ്ലാമിൻ്റെ സദസ്സാണ് എന്നുള്ള ബാനറിൽ, എന്നുള്ള വിലാസത്തിൽ ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിക്കുന്ന, അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളെയും വ്യക്തികളെയും അതുപോലെ വലിയകളെയുമൊക്കെ ആരാധിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന എത്രയോ സദസ്സുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും.
അപ്പോൾ അവിടെയൊക്കെ തടിച്ചു കൂടിയിട്ടുള്ളതാരാ? ആയിരക്കണക്കിന് സഹോദരിമാർ. നിങ്ങൾക്കറിയുമോ, എൻ്റെ നാട്ടിൽ നിന്ന് 1 കിലോമീറ്റർ പോയാൽ സമീപകാലത്ത് അവിടെ ഒരു തങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ആക്ഷേപിക്കാൻ പറയല്ല. ആ തങ്ങളെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ ടോക്കൺ എടുക്കണം. ആ ടോക്കന് 2000 രൂപയാണ്. ആ 2000 രൂപ കൊടുത്തിട്ട് ടോക്കൺ എടുക്കുന്നു. എന്നിട്ട് പ്രശ്നങ്ങൾക്ക് അനുസരിച്ചിട്ട് പിന്നെ തുക വേറെയും. ഇതിനെവിടെ നോക്കിയാൽ സ്ത്രീകൾ വരുന്നത്? സ്ത്രീകളാണ് കൂടുതൽ. അവിടെ 10,000 ആളുണ്ടെങ്കിൽ 9,500 വനിതകളാണ്. പർദ്ദയിട്ട മഫ്തയിട്ട എത്രയോ വനിതകൾ ബസ് പിടിച്ച്, കാറ് പിടിച്ച്, അതുപോലെ അതില്ലാത്ത ആളുകൾ ലൈൻ ബസ്സിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റബ്ബിന് മാത്രമേ എൻ്റെ ആരാധനകളും ഇബാദത്തുകളും സമർപ്പിക്കൂ എന്നുള്ള ആ തൗഹീദ് കളഞ്ഞു കുളിച്ച എത്രയോ വനിതകളുണ്ട്. എന്നാൽ ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നുള്ള പരമപ്രധാനമായിട്ടുള്ള സംഗതി അത് സ്വീകരിച്ച് അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഒരൽപ്പം ശിർക്ക് സംഭവിച്ചാൽ, അള്ളാഹുവിൽ പങ്കുചേർത്താൽ, നിങ്ങളുടെ നോമ്പോ നമസ്കാരമോ സദക്കയോ സകാത്തോ മറ്റുള്ള ഇബാദത്തുകളോ ഒന്നും തന്നെ റബ്ബ് സ്വീകരിക്കുകയില്ല. നമുക്കറിയാം, എത്രയോ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ മുമ്പിൽ നല്ല സ്വാദുള്ള ഒരു പായസം, അത് ഒരുപാട് പാലുപയോഗിച്ച് മറ്റുള്ള വിശിഷ്ട വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആരും ഇഷ്ടപ്പെടുന്ന സ്വാദൂറും പായസം. പക്ഷേ അതിലൊരൽപ്പം മണ്ണെണ്ണയോ അല്ലെങ്കിൽ വിഷമോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അത് കുടിക്കുമോ? എന്നതുപോലെയാണ് നിങ്ങൾക്ക് ഹജ്ജുണ്ടാകാം, നിങ്ങൾക്ക് സകാത്ത് ഉണ്ടാകാം, നിങ്ങൾക്ക് ഒരുപാട് നന്മകളുണ്ടാകാം, നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടാകാം. പക്ഷേ ശിർക്ക് വന്നാലോ അതൊന്നിനും കൊള്ളുകയില്ല, അത് തകർന്നു പോകും. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാ. അള്ളാഹിൻ്റെ റസൂല് ലോകത്തെ ഏറ്റവും സർവശ്രേഷ്ഠനാണ്. അദ്ദേഹത്തെ പോലെ നന്മ നിറഞ്ഞ മാതൃകാതുല്യനായിട്ടുള്ള ഒരു വ്യക്തി ലോകത്ത് ഉണ്ടായിട്ടില്ല. ലോക ചരിത്രത്തിൽ മുഹമ്മദ് നബിക്ക് സമാനമായിട്ട് ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോകുന്നില്ല. അത്രമാത്രം ശ്രേഷ്ഠനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോട് പറയുകയാണ്, ഓർക്കണം, നബി എന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട, തൗഹീദിന് വേണ്ടി ജീവിച്ച, അത് ലോകത്തിന് സമർപ്പിച്ച, ലോകത്തിന് പ്രബോധനം ചെയ്തിട്ടുള്ള ആ മഹോന്നത വ്യക്തിത്വം. ആ മുഹമ്മദ് നബിയോട് എന്താ പറയുന്നത്? വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. നബിയേ, അങ്ങെങ്ങാനും ഷിർക്ക് ചെയ്താൽ, അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അങ്ങയുടെ അമലുകൾ പൊളിഞ്ഞു പോകും, അങ്ങ് നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു പോകും. സഹോദരിമാരെ, നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങളതിൽ പങ്കെടുക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് അനിവാര്യമാണ് എങ്കിൽ അവിടെ നിൽക്കൽ, ആ സമയത്ത് അനിവാര്യമാണെങ്കിൽ മനസ്സുകൊണ്ട് വെറുത്തുകൊണ്ട് അവിടെ നിൽക്കുക എന്നാണ് പറയാനുള്ളത്. ഷിർക്കിനോട് രാജിയാവാൻ, അതിൽ പങ്കാളിയാവാൻ ഒരിക്കലും പാടില്ല. അത് നിങ്ങളുടെ ആഖിറത്ത് നഷ്ടപ്പെടുത്തും. നിങ്ങളുടെ എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും. ആരിലാണോ ഷിർക്ക് സംഭവിക്കുന്നത്, നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെടും എന്നുള്ളതാണ്. എന്താണ് പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറ യൂസുഫിന്റെ 106-ാമത്തെ വചനത്തിൽ പറയുന്നത്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ പങ്കുചേർക്കാതെ അവനിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ ഇഷ്ടംപോലെ ചൊല്ലുന്നുണ്ട്. നല്ല നമസ്കാര കുപ്പായൊക്കെ ഇട്ടിട്ട് ഒല്ലൊക്കെ ചെയ്ത് മാലയൊക്കെ പിടിച്ച് നല്ല മുസല്ല, മദീനത്തു നിന്ന് കൊണ്ടുവന്ന മുസല്ലയൊക്കെ ഉണ്ട് നിസ്കരിക്കാൻ. പക്ഷേ ഇടക്കിടക്ക് അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിക്കുകയാണ്. അതുപോലുള്ള കീർത്തനങ്ങളും മാലകളും അവർക്ക് പാരായണം ചെയ്യാണ്.
പൊളിഞ്ഞു പോകും, അമല് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു വ്യക്തിയുടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവരുടെ ഒന്നാമത്തെ ചുമതല, അവരുടെ മുഖ്യ ചുമതല ഏകനായ റബ്ബിന് മാത്രം അവൻ്റെ ആരാധനകൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. സഹോദരിമാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, 5 നേരത്തെ നമസ്കാരം ഒരു വനിത അനുഷ്ഠിച്ചാൽ, വസ്വാമത് ഷഹ്റഹാ, വിശുദ്ധ റമളാൻ മാസം നോമ്പനുഷ്ഠിച്ചാൽ, വഹഫിളത് ഫർജഹാ, അവളുടെ ജനനേന്ദ്രിയം അത് ഹലാലായ മാർഗത്തിൽ മാത്രം അവൾ വിനിയോഗിച്ചാൽ, വഅത്വാഅത് സൗജഹാ, അവളുടെ ഇണയെ അവൾ അനുസരിച്ചാൽ, അവളോട് ഖീല ലഹാ, അവളോട് നാളെ പരലോകത്ത് മലക്കുകൾ വിളിച്ചു പറയും. എന്താ പറയാ? ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗ്ഗലോകത്തേക്ക് കടന്നു പോയി കൊള്ളുക. മിൻ ഐ അബ്വാബിൻ അൽ ജന്നത ശിഇതി, നീ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും നിനക്ക് കടന്നു പോകാം എന്ന് വിളിച്ചു പറയപ്പെടുന്ന. അപ്പോൾ തൗഹീദ് കഴിഞ്ഞാൽ 5 നേരത്തെ നമസ്കാരം, ഇതൊക്കെ ഒരുപാട് കേട്ടതാണ് നമ്മൾ. 7-ാമത്തെ വയസ്സ് മുതൽ അല്ലെങ്കിൽ 5-ാമത്തെ വയസ്സ് മുതൽ കുഞ്ഞുനാൾ മുതലേ നമസ്കാരത്തെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങി. പക്ഷേ 40 വയസ്സായിട്ടും 45ആയിട്ടും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന എത്രയോ സഹോദരിമാരുണ്ട്. നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ 5 നേരം കൃത്യമായിട്ട് വീഴ്ചയില്ലാതെ നമസ്കരിക്കുന്നുവെന്ന്? ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ, കുടുംബത്തിൽ ഒരു സൽക്കാരം, ഒരു പെണ്ണ് കാണൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഹൗസ് വാമിങ്, എന്തിനേറെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ പോലും ഫറള് നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സഹോദരിമാരുണ്ട്. അത് പാടില്ല. MGMന്റെ ഒരംഗം അല്ലെങ്കിൽ MGMന്റെ ഒരു അഭ്യുദയകാംക്ഷി, ഒരു സത്യവിശ്വാസിനി, അവൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്താനായിട്ട് പാടില്ല. അവള് കൃത്യസമയത്ത് തന്നെ അത് നിർവഹിക്കണം. അത് നിർബന്ധ ബാധ്യതയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മതി എന്നുള്ളതല്ല, അത് അനിവാര്യമായും ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തിട്ടില്ലെങ്കിലോ റബ്ബിൻ്റെ കോടതിയിൽ അവൻ്റെ അദാബിന് നീ വിധേയമാക്കപ്പെടും എന്ന് ഓർക്കുക. എന്തിൻ്റെ പേരിലായിരുന്നാലും. ഞാൻ കുട്ടിയുടെ ഓൺലൈൻ ട്യൂഷൻ അത് വാച്ച് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് നമസ്കാരം നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ആങ്ങളയുടെ ഇന്ന കാര്യമുണ്ട് അതിന് പോയതായിരുന്നു എന്ന് നമസ്കാരം അത് അതിൻ്റെ ടൈമിന് നിർവഹിക്കുക. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുപോലെ നോമ്പാകട്ടെ, അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ അന്തസ്, അഭിമാനം, ഇവിടെ പറഞ്ഞല്ലോ വഹഫിളത് ഫർജഹാ, തൻ്റെ ജനനേന്ദ്രിയം, അതൊക്കെ വളരെ അച്ചടക്കം ആ കാര്യത്തിൽ പാലിക്കണമെന്ന് ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ്. ഇന്ന് എത്രയോ വനിതകൾ സുബ്ഹാനല്ലാഹ്, ഭർത്താവിനെ പേടിയില്ല, സ്വന്തം വീട്ടുകാരെ പേടിയില്ല, കുടുംബത്തിനെ പേടിയില്ല, നാട്ടുകാരെ പേടിയില്ല, പടച്ച റബ്ബിനെ പേടിയില്ല, തോന്നിയതുപോലെ ജീവിക്കുന്ന, ഒരു ലൈസൻസും ഇല്ലാതെ ജീവിക്കുന്ന എത്രയോ വനിതകളുണ്ട്. നഊദു ബില്ലാഹ്, നരകത്തിൻ്റെ ഇന്ധനമാണവർ എന്ന് നമ്മൾ ഓർക്കുക. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള വൃത്തികെട്ട ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെട്ടുകൂടാ എന്നുള്ള. ഭർത്താവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞല്ലോ, അതേ നന്മയുടെ വിഷയത്തിൽ ഭർത്താവിനെ അനുസരിക്കുക, അത് മോശം കാര്യമില്ല. ഇനി ഭർത്താവ് തിന്മ പറഞ്ഞാലോ അതനുസരിച്ചുകൂടാ. ഭർത്താവാണ് തിന്മ പറഞ്ഞാൽ ഭർത്താവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അനുസരിക്കാൻ നിങ്ങൾക്ക് ഒരു ചുമതലയുമില്ല, അത് പാടില്ല. നിങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ കുറ്റക്കാരിയാകും എന്നോർക്കുക. ആ വചനം ആവർത്തിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇബാദത്തുകൾ അനുഷ്ഠിച്ചാൽ സ്വർഗീയ ലോകത്തേക്ക് നിങ്ങൾക്ക് കടന്നു പോകാം എന്നുള്ളതാണ്. മറ്റൊന്ന്, നിങ്ങളുടെ ഒരു വനിതയുടെ കടമ എന്ന് പറയുമ്പോൾ അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ്, വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ എമ്പാടും പറയാനുണ്ട്. ഒരു അറിവ് നേടുക എന്നുള്ളത് എല്ലാവരുടെയും കടമയാണ്.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. മുസ്ലിമായിട്ടുള്ള സകല മനുഷ്യരും അറിവുകൾ സമ്പാദിക്കണം. ഇനിയിപ്പോൾ ഈ ഹദീസൊക്കെ മാറ്റിവെക്കുക. നമുക്ക് ഈ വചനം പരിശുദ്ധ ഖുർആനിൽ ഒന്നാമതായിട്ട് അവതരിപ്പിക്കപ്പെട്ട വചനം, വിശുദ്ധ ഖുർആനിൻ്റെ സൂക്തം ഏതെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ആശയം എന്തെന്ന് ചോദിച്ചാൽ, നീ വായിക്കണം, നീ വിജ്ഞാനം കരസ്ഥമാക്കണം, അറിവിൻ്റെ ലോകത്തേക്ക് നിന്റെ വലതുകാലി വെച്ച് കയറണം. നീ നിന്റെ ഹൃദയത്തിൽ, മനസ്സിൽ, ചിന്തയിൽ അറിവുകളുടെ ഒരുപാട് ഫയലുകൾ സേവ് ചെയ്യണം എന്നുള്ളതാണ്. ഒരുപാട് വിജ്ഞാനങ്ങൾ നീ കരസ്ഥമാക്കണം എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ എത്ര പണ്ഡിതകളായിട്ടുള്ള മഹിളാരത്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഉദാഹരണത്തിന് ചിലത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഉമ്മു അതിയ്യ നുസൈബ ബിൻതുൽ ഹാരിസ് അൽ അൻസ്വാരിയ റളിയല്ലാഹു തആല അൻഹാ, അവരെ കുറിച്ച് പറയുന്നത് മിൻ ഫുഖഹാഇ സ്വഹാബ, സ്വഹാബ കിറാമുകളുടെ കൂട്ടത്തിൽ വിജ്ഞാന രംഗത്ത്, അറിവിൻ്റെ രംഗത്ത് അവഗാഹമുള്ള വനിതാ രത്നമായിരുന്നു അവരെന്നാണ് പറയുന്നത്. അറിവ് ധാരാളമുള്ള വ്യക്തിത്വമായിരുന്നു. അവരാണ് പ്രവാചകന്റെ പുത്രി സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ അവർ മയ്യത്ത് കുളിപ്പിച്ചതൊക്കെ അവരായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എത്രയോ വനിതകൾ. മറ്റൊന്ന് ഞാൻ പറയട്ടെ, അതായത് അഷിഫ ബിൻത് അബ്ദല്ലാ എന്ന് പറയുന്ന റളിയല്ലാഹു തആല അൻഹ ഒരു സ്വഹാബി വനിതയാണ്. അവര് ഇസ്ലാമിക വിജ്ഞാനം മാത്രമല്ല, നിങ്ങൾ നോക്കൂ, അന്ന് സ്കൂളോ കോളേജോ ഒന്നുമില്ലല്ലോ. ഇന്നിപ്പോൾ നമ്മൾ വിദ്യാലയങ്ങളുടെ പരസ്യം എങ്ങനെയാ? KG മുതൽ PG വരെ എന്ന് പറഞ്ഞുകൊണ്ട് കളർഫുൾ പ്രിന്റുകളാണ്, പിന്നെ പരസ്യം ബോർഡുകളും കാര്യങ്ങളൊക്കെയാണ്. അത്രമാത്രം വിദ്യാലയങ്ങൾ എമ്പാടും നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ നാട്ടിലും ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് വിജ്ഞാനം കരസ്ഥമാക്കിയിട്ടുള്ള ആ സ്വഹാബി വനിതകളുടെ ചരിത്രം, ഈ സംഭവം നിങ്ങളൊന്ന് കേൾക്കണം. അതായത് ഷിഫ ബിൻത് അബ്ദല്ലാ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്, അവർ പറയാൻ, ദഖല അലൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ഇൻദ ഹഫ്സ, ഞാൻ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അരികിലായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ട് ഫഖാല ലീ, അദ്ദേഹം എന്നോട് പറഞ്ഞു, അലാ തുഅല്ലിമീന ഹാദിഹി യാനി ഹഫ്സ റുഖിയ്യതൻ നംല കമാ അല്ലംതിഹൽ കിതാബ, നീ ഹഫ്സക്ക് അക്ഷരാഭ്യാസം പകർന്നു നൽകിയതുപോലെ നീ എന്ത് ചെയ്യണം? റുഖിയത്തുൻ നംല പഠിപ്പിക്കണമെന്ന. റുഖിയത്തുൻ നംല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇലാജു അംറാദിൽ ജിൽദിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സ്കിൻ ഡിസീസ് ട്രീറ്റ്മെൻറ്റ്, ഡെർമറ്റോളജി എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതി എൻ്റെ പത്നിയായിട്ടുള്ള ഹഫ്സ റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആലോചിക്കണം. അപ്പം അവരൊക്കെ നിങ്ങൾ നോക്കൂ, ഇവിടെ പിന്നെ ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കടുത്ത ഇസ്ലാമിക വിരുദ്ധ പ്രചാരണങ്ങൾ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കാടൻ 6-ാം നൂറ്റാണ്ടിൽ കാലഹരണപ്പെട്ട പഴഞ്ചൻ പ്രാകൃതമായിട്ടുള്ള മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ. പക്ഷേ അന്നത്തെ വനിതകൾ അവര് തങ്ക സമാനമായിട്ടുള്ള വിജ്ഞാനം കരസ്ഥമാക്കിയിട്ടുള്ള പണ്ഡിത മഹത്തുക്കൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ അറിവ് സമ്പാദിക്കുക, അതാണ് ഒരു മുസ്ലിമായിട്ടുള്ള ഒരു സ്ത്രീയുടെ ചുമതലകളിൽ പ്രധാനപ്പെട്ട ഒന്ന്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസാരവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർ നാവിൻ്റെ ആപത്തുകൾ വിവരിച്ച കൂട്ടത്തിൽ വളരെ സ്നേഹസ്മരണമായി കൊണ്ട് പറയുന്നുണ്ട്, യാ ഉഖ്തിയൽ മുസ്ലിമ, അല്ലയോ മുസ്ലിം സഹോദരി,
ഇഹ്ദരി അസ്സർസറ വകസറത്തൽ കലാം. ഈ നാവിട്ടലക്കുന്ന തുരുതുരായുള്ള യാതൊരു സ്റ്റോപ്പുമില്ലാത്ത, ലൈസൻസ് ഇല്ലാത്ത, എന്തും വിളിച്ചു പറയുന്ന അങ്ങനെയുള്ള ആ ഒരു പ്രകൃതി ഉണ്ടല്ലോ, അത് നീ സൂക്ഷിക്കണം. നിന്റെ നാവ് കൊണ്ട് നീ കൊയ്യുന്നത് നരകമാണെന്നാണ് പരിശുദ്ധ ഖുർആനിൽ 50-ാം അധ്യായം സൂറത്തു ഖാഫ് അതിൻ്റെ 17-18 വചനങ്ങൾ. അനിൽ യമീനി വ അനിശ്ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഓരോ മനുഷ്യൻ്റെയും വലത്തും ഇടത്തും നിരീക്ഷകന്മാരുണ്ട് എന്നാണ്. അവരറിയാതെ ഒന്നും ഉച്ചരിക്കുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ സഹോദരിമാർ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, പലപ്പോഴും ഒരൊറ്റ വാക്ക് കൊണ്ട് കുടുംബത്തിലൊക്കെ കുടുംബം തകർന്ന് തരിപ്പണമാകാൻ നിമിത്തമാകാറുണ്ട്. നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കുക. എല്ലാവരോടും, അത് മക്കളോടാകട്ടെ, ഭർത്താവിനോടാകട്ടെ, ബന്ധുക്കളോടാകട്ടെ, കുടുംബത്തിനകത്തുള്ള മുതിർന്നവരോടാകട്ടെ ഒക്കെ സംസാരം. ഇതിപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, എല്ലാവരും. പക്ഷേ സ്ത്രീകളുടെ കടമയാണല്ലോ നമ്മൾ പറയുന്നത്. അതുപോലെ കേട്ടതൊക്കെ സംസാരിക്കുക. അങ്ങനെ ഒരു പ്രകൃതമുണ്ട്. അങ്ങനെ കേട്ടതൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരാൾ വ്യാജനാകാൻ, കള്ളനാകാൻ അത് മാത്രം മതി എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇവിടെ സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ചില സംഗതികളുണ്ട്. ഇന്നത്തെ ലോകം സ്ത്രീകളെ ഉന്നം വെച്ചുകൊണ്ട്, അതായത് മതബോധമുള്ള ദീനീ ചിന്തയുള്ള സ്ത്രീകളുടെ മതബോധം പിച്ച് ചീന്താൻ അത് മാത്രം അജണ്ടയാക്കിയിട്ട് ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നു. അവരെന്ത് പറയുന്നു? എന്തിനാണ് പെണ്ണെ നിനക്ക് കുടുംബം? എന്തിനാണ് നീ ഭർത്താവിൻ്റെ ചൊൽപ്പിടിക്ക് നിൽക്കുന്നത്? നിനക്കെന്തിനാണ് വിവാഹം? നിനക്ക് ഒരു ജോലി സമ്പാദിക്ക്, എന്നിട്ട് സർവതന്ത്ര സ്വതന്ത്രയായിട്ട് നീ ജീവിക്ക്. നിനക്ക് ഡേറ്റിംഗ്, അതല്ലെങ്കിൽ നിനക്ക് ലിവിങ് ടുഗദർ, അതുപോലെ എന്തെല്ലാം സംഭവങ്ങളാണ് ഈ ഫെമിനിസ്റ്റുകളും നവലിബറൽ വക്താക്കളുമൊക്കെ എഴുന്നള്ളിക്കുന്നത്. അവിടെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം, എന്തു വന്നാലും എൻ്റെ അള്ളാഹു എന്നോട് കൽപ്പിച്ചത്, എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചത്, അത് ഞാൻ കളഞ്ഞു കുളിക്കുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനം നമുക്കുണ്ടാവണം. ആ രൂപത്തിൽ നമ്മുടെ മക്കളെയും വളർത്തണം. നമ്മുടെ പെൺകുട്ടികൾ, എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ഇന്ന് പലരുടെയും ചതിക്കുഴികളിലാണ്. ഈ പെൺകുട്ടികൾ മാതാവും പിതാവും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവർ പർദ്ദയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മാന്യമായി വസ്ത്രം ധരിച്ചിട്ടുണ്ടാകാം. വീട്ടിൽ നിന്ന് കോളേജിലേക്ക്, ക്യാമ്പസിലേക്ക് പോകുമ്പോൾ നല്ല ഐശ്വര്യത്തോടു കൂടി പോകുന്ന പെൺകുട്ടിയായിരിക്കാം. പക്ഷേ അവളുടെ മനസ്സ് മറ്റൊരു മനസ്സുമായിക്കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ബന്ധിതമാണ്. അത് പാടില്ല, അത് അനുവദിച്ചുകൂടാ. അപ്പം ആ രൂപത്തിൽ നമ്മൾ വളർത്തണം. ഇനി നിങ്ങൾ നോക്കൂ, എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, നമ്മുടെ കുടുംബത്തിൽ, ഞാൻ സൂചിപ്പിച്ച് മാത്രം പോവുക, നമ്മുടെ കുടുംബത്തിൽ മുതിർന്നവരോട്, മാതാപിതാക്കളോട്, അവരോടൊക്കെ തന്നെയും നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടെ, ആദരവോടുകൂടെ നിൽക്കണം, അനുസരണത്തോടുകൂടെ നിൽക്കണം. അവരോട് ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്, മഹാനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രിയായിട്ടുള്ള അസ്മാ റളിയല്ലാഹു അൻഹ, അവരുടെ മാതാവ് ഒരു സുപ്രഭാതത്തിൽ അവിശ്വാസിനിയായിരുന്നു. ആ അവിശ്വാസിനിയായിട്ടുള്ള മാതാവ് ഒരിക്കൽ ബന്ധം ചേർക്കാൻ വന്നപ്പോൾ അവർക്ക് സംശയമുണ്ടായി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, സുലി ഉമ്മക്കി, നീ നിന്റെ മാതാവിനോട് ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. അതെന്താ പഠിപ്പിക്കുന്നത്? ഉമ്മ അല്ലെങ്കിൽ പിതാവ് അവർ അവിശ്വാസികളാണെങ്കിലും ആ മാതൃ പിതൃ മക്കൾ, ആ ഒരു ബന്ധം അത് തകർത്തെറിയാൻ പാടില്ല. അവരോട് നിങ്ങൾ നോക്കൂ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ കെട്ടിച്ചയക്കപ്പെട്ട ഒരു സ്ത്രീയാണ്,
അവളുടെ മാതാവും പിതാവും 15-20 കിലോമീറ്റർ അപ്പുറത്താണ്. അദ്ദേഹം പ്രായം ചെന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ ആൺമക്കൾ മാത്രം നോക്കട്ടെ എന്നുള്ള ചിന്താഗതി പാടില്ല. ഇനി അവിടെ വേറെ സമീപത്തേക്ക് കല്യാണം കഴിച്ചയച്ചിട്ടുള്ള മറ്റുള്ള സഹോദരിമാരുണ്ടാകും, അവർ നോക്കട്ടെ എന്നും ചിന്തിച്ചുകൂടാ. നമ്മൾ എന്ത് ചെയ്യണം? സ്വയം നമ്മുടെ കടമകൾ നിർവഹിക്കാൻ സഹോദരിമാർ ശ്രദ്ധിക്കണം. അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, അവരെ ഒന്ന് കൈപിടിച്ച് വാഹനത്തിലേക്ക് കയറ്റാൻ, അവർക്ക് വേണ്ടി ഒരു ദിവസത്തെ ഉറക്കം ഒഴിക്കാൻ, അവരൊന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് കുളിപ്പിക്കണമെങ്കിൽ അതിന് വെള്ളം, സൗകര്യം അതൊക്കെ ചെയ്തു കൊടുക്കാൻ തയ്യാറാവണം പ്രിയമുള്ളവരെ. അതുപോലെ വീട്ടിലെ മുതിർന്നവരെ, ഒരുപക്ഷെ അവർ നമ്മൾ നിരപരാധികളായിരിക്കാം, നിങ്ങൾ നിരപരാധികളായിരിക്കാം, അവർ ആക്ഷേപിക്കും. പക്ഷെ അതൊക്കെ തൽക്കാലം നിങ്ങളത് വിട്ടുവീഴ്ച ചെയ്യുക. പ്രായം 65-70 കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ ആക്ഷേപിച്ചിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? അതൊക്കെ മനഃശാസ്ത്രപരമായി കൊണ്ട് അതിനെ അഭിമുഖീകരിക്കുക. ഇതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു മുസ്ലിം സഹോദരിയുടെ കർത്തവ്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആനിനോട് അവളുടെ ഹൃദയം ഒരു ആത്മബന്ധം, ഒരു വല്ലാത്ത ടച്ച് ഉണ്ടാവണം. ഖുർആനുമായി നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം. ഖുർആൻ പഠനത്തിനും അത് പാരായണത്തിനും ഒക്കെ. അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെ കാര്യം നേരത്തെ പറയുകയുണ്ടായി. മക്കളെയും ഭർത്താവിനെയും വീട്ടിലുള്ള അംഗങ്ങളെയും ഒക്കെ അതിന് ഉപദേശിക്കണം. നിങ്ങളൊക്കെ പല വീട്ടിലും എന്താ അവസ്ഥ അറിയങ്ങൾ? ഭർത്താവൊക്കെ ഖുർആൻ തുറന്നു നോക്കിയിട്ട് കഴിഞ്ഞ റമളാനിനൊക്കെ തുറന്നു നോക്കിയതായിരിക്കാം. ചിലപ്പം അന്ന് പണ്ട് മദ്രസയിൽ 5-ലോ 3-ലോ ഒക്കെ പഠിച്ച അന്ന് തുറന്നതായിരിക്കാം. അതങ്ങനെയല്ല. ഒരു സ്ത്രീ എന്ന് പറയുന്നത് വെറും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഈ ഭർത്താവിന് സ്വർഗത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകാൻ ആ സഹോദരിക്ക് കഴിയണം. മക്കളെ സ്വർഗത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകാൻ അവൾക്ക് കഴിയണം. അവൾ ഒരു യൂണിവേഴ്സിറ്റിയാണ്. വലിയ വിപുലമായിട്ടുള്ള ചിന്തകളാണ് ഒരു സ്ത്രീക്ക് നിർവഹിക്കാനുള്ള കാര്യമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മക്കളോട്, ഭർത്താവിനോട് നമസ്കാരം, ഖുർആൻ പാരായണം, പള്ളിയിൽ പോകൽ, അങ്ങനെയുള്ള ഒട്ടേറെ നന്മകൾ അതിനൊക്കെ തന്നെയും പ്രേരിപ്പിക്കണം. ചിലപ്പോൾ നന്മകൾ ചെയ്യാൻ ഭർത്താവ് വിഷകനായിരിക്കും. അപ്പോൾ അവരോട് ഉണർത്തുക, അവരോട് നല്ല രൂപത്തിൽ പറയുക, ആക്ഷേപത്തിൻ്റെ സ്വരം ഒഴിവാക്കിക്കൊണ്ട് പറയുക. അവർക്ക് വേണ്ടി അവരുടെ മുമ്പിൽ മാതൃകയാവണം. ഈ സഹോദരി കുടുംബത്തിൻ്റെ നായിക, നിങ്ങൾ കുടുംബത്തിലെ രാജ്ഞിയാണ്, ഭരണകർത്താക്കളാണ്, അധികാരമുള്ളവരാണ്, നിങ്ങൾ പവറുള്ളവരാണ്. നിങ്ങൾ നബിയുടെ വാക്ക, ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ കുടുംബത്തിലെ നായകരാണ്. അപ്പോൾ ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ആ നിലക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ മാതൃകായോഗ്യരായിരിക്കണം. എല്ലാ അർത്ഥത്തിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഭർത്താവിന് വേണ്ടിയും അതുപോലെ മക്കൾക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. അവരുടെ ഇഹപര നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഭർത്താവിനോട് അനുവാദം ചോദിക്കുക, കൂടിയാലോചന, ഇതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇഷ്ടം പോലെ കാണാം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവം. അവർ അപവാദ ആരോപണങ്ങൾക്ക് വിധേയമായ, ഹൃദയം തകർന്നു പോകുന്ന, വിഷമത്തിൻ്റെ പരമകോടിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും തൻ്റെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ നബിയോട് അനുവാദം ചോദിക്കുകയാണ്. ആ വിഷമത്തിൽ ഇറങ്ങിപ്പോകല്ല. എന്താ പ്രവാചകരോട് അവർ ചോദിക്കുന്നത്? എൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോകാൻ പ്രവാചകരെ അങ്ങൊന്ന് അനുവദിച്ചാലും എന്നുള്ളതാണ് സഹീഹുൽ ബുഖാരിയിലെ 4141 വചനമാണ്. അതുപോലെ വീട്ടിനകത്ത് കൂടിയാലോചനകൾ വേണം. സ്വന്തമായിട്ട് എന്തും ചെയ്യുന്ന ഒരു പ്രകൃതമുണ്ടാകരുത്. നിങ്ങൾ നോക്കൂ, ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ എത്ര കേസുകളാണെന്നറിയോ? അതായത് ഭാര്യ എന്ത് ചെയ്യുന്നറിയങ്ങൾ, ഭാര്യയുടെ അടുത്ത് ഭർത്താവിൻ്റെ ATM കാർഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ബാങ്കിലെ ചെക്ക് ബുക്ക് ഉണ്ടാകും. എന്നിട്ട് ലക്ഷങ്ങളായ തുക മറ്റുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കുക, ഭർത്താവിനോടൊന്നും ആലോചിക്കാതെ. അതിൻ്റെ പേരിൽ കുടുംബം ശിഥിലമാക്കപ്പെട്ട സംഭവങ്ങൾ.
അതുപോലെ മകളുടെ വിവാഹം ഭർത്താവിനോട് ആലോചിക്കാതെ വാക്ക് കൊടുക്കുക, അങ്ങ് എന്ത് കാര്യങ്ങളും ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ വീടിൻ്റെ ആധാരം പോലും കുടുംബാംഗങ്ങൾക്ക്, ബന്ധുക്കളായ ആളുകൾക്ക് പണയം വെക്കാൻ നൽകുക, ഇതൊക്കെ ആലോചിക്കാതെ ചെയ്യുക എന്ന് പറയുന്നത് അതൊന്നും ശരിയല്ല. അപ്പോൾ എന്ത് സംഗതികളായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമായും കൂടിയാലോചന, ഭർത്താവിനോട് ഒന്നിച്ചിരുന്ന് സംസാരിക്കുക, സ്നേഹം പങ്കിടുക, കൂടിയാലോചനകൾ നടത്തുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉണ്ടാവുക. പരസ്പരം എന്ത് ചെയ്യണം? ഭർത്താവ് എത്രത്തോളം, നിങ്ങൾ നോക്കൂ, കൂനീ മുബ്തസിമതൻ ദായിമ, നീ എപ്പോഴും ഭർത്താവിൻ്റെ മുമ്പിൽ പുഞ്ചിരി തൂകുന്നവളായിരിക്കണം. അങ്ങനെ പുഞ്ചിരി തൂകുന്നതിന് നിനക്കൊരു ചെലവുമില്ല, നിന്റെ വള ഊരി കൊടുക്കേണ്ടതില്ല, ഒരു ചെലവുമില്ല ഭർത്താവിനോട് ഒന്ന് പുഞ്ചിരിക്കാൻ. എന്നിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നീ പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, ഭർത്താവ് ചെയ്യാത്ത കുറ്റത്തിനൊന്ന് ഉച്ചത്തിൽ സംസാരിച്ചിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞേക്കാം. പക്ഷേ ക്ഷമിക്കുക, വിനയം കാണിക്കുക. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭർത്താവിനെ എങ്ങനെയാണ് കടമകൾ എന്ന് പ്രവാചകന്റെ ജീവിതത്തിലെ പാഠങ്ങൾ, ഭർത്താവിൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലുമൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറയാൻ, അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അതായത് അൽ മർഅത്തുൽ ആഖില, ബുദ്ധിമതിയായിട്ടുള്ള ഒരു സ്ത്രീ, അവള് തഹ്തളിനു സൗജഹ, തൻ്റെ ഭർത്താവിനെ എങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്നോ, തഹ്തളിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാ തഹ്തളിനുൽ ഉമ്മു തിഫ്ലഹ, മാതാവ് കുഞ്ഞിനെ എങ്ങനെയാണോ സ്നേഹം കൊടുത്ത് വാത്സല്യം കൊടുത്ത് തലോടി ആ രൂപത്തിൽ കൊണ്ടുപോകുന്ന, അതുപോലെ ഭർത്താവിനോട് ഇടപഴകണം എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. അത് നിങ്ങൾ സ്വയം വിശദീകരിക്കുക. ഇസ്ലാമിക അല്ലെങ്കിൽ അറബി സാഹിത്യത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, അക്രിം തുക്രം എന്നാണ്. അക്രിം തുക്രം എന്ന് പറഞ്ഞാൽ നീ ആദരിക്കുക, അപ്പോൾ അദ്ദേഹം നിന്നെയും ആദരിക്കും എന്നുള്ളതാണ്. നമ്മൾ അതൊക്കെ ചെയ്യുക, അതൊക്കെ ഒരു മുസ്ലിമത്തായിട്ടുള്ള സ്ത്രീയുടെ കടമയാണെന്നാണ്. ഇനിയോ ഇത് കുടുംബത്തിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കടമകളുണ്ട്. നിങ്ങൾക്കറിയുമോ, ഇവിടെ ഫലസ്തീൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ. നമ്മുടെ രാജ്യത്ത് ലോകത്തെമ്പാടും ഫലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ നടന്നു. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ, ഫലസ്തീനിൽ മരിച്ചു വീണ കുഞ്ഞു മക്കളുടെ പേരെഴുതിക്കൊണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ, അതുപോലെ പോസ്റ്റർ പിടിച്ചുകൊണ്ട് ഫ്രീ പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് വനിതകൾ രംഗത്ത് വരികയുണ്ടായി. ഇതൊക്കെ എന്താ? ഒരു മുസ്ലിം വനിതയുടെ കർത്തവ്യമാണ്. നമ്മുടെ നാട്ടിൽ ലോകത്തിൻ്റെ ഏത് ദിക്കിലായിരുന്നാലും ശരി, സ്ത്രീകളും കുഞ്ഞുങ്ങളും വൃദ്ധരും പൊതുജനങ്ങളുമൊക്കെ അടിച്ചമർത്തപ്പെടുമ്പോൾ, ബോംബ് വർഷങ്ങൾക്കിരയാകുമ്പോൾ, സ്ത്രീ വീട്ടിൽ നിസ്കരിച്ചാൽ മാത്രം പോരാ, അവള് റോട്ടിലേക്ക് ഇറങ്ങി മാന്യമായിക്കൊണ്ട് ആ തിന്മകൾക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തണം. അത് വിശുദ്ധ ഖുർആനിന്റെ സന്ദേശമാണ്. നമ്മുടെ നാട്ടിലൊരു മദ്യഷോപ്പ് വരികയാണ്. ആ മദ്യഷോപ്പ് വന്നാൽ എന്താ അവസ്ഥ? നമ്മുടെ മക്കളോ ബന്ധുക്കളോ ഒക്കെ അവിടുത്തെ കസ്റ്റമർ ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കുടിച്ച് നശിക്കും. അപ്പം അതുകൊണ്ട് മദ്യഷാപ്പ് അവിടെ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരമുറകളിൽ ഏർപ്പെടണം. NRC നമുക്കറിയാലോ, മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തു മാറ്റാനുള്ള നമ്മുടെ രാജ്യത്തെ വർഗീയ ഗവൺമെൻറ്, വർഗീയ ശക്തികളുടെ ആ ഗവൺമെൻറ് നിയമം കൊണ്ടുവരികയുണ്ടായി. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ നമ്മുടെ കടമകളാണ്, നിസ്സാരമായി കാണണ്ട. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ
4-ാമത്തെ അധ്യായം. ആ അധ്യായത്തിൻ്റെ പേര് തന്നെ വനിതകൾ എന്നുള്ളതാ. സൂറത്തു നിസാ അതിൻ്റെ 75-ാമത്തെ വചനം എന്താ? വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് സമരം നടത്തുന്നില്ല? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് സമരം നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇതുപോലെയുള്ള തിന്മകൾക്കെതിരെ വിഷജന്തുക്കൾ എന്ന് വേണമെങ്കിൽ ആ രൂപത്തിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തകർത്ത് ബോംബെറിഞ്ഞ് കൊല്ലുകയല്ലേ ഫലസ്തീനിൽ. അപ്പം അവർക്കെതിരെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു പോസ്റ്റർ പിടിക്കാനെങ്കിലും, ആ ശത്രുക്കൾക്ക് അള്ളാഹുവിൻ്റെ അദാബുണ്ടാകാനൊന്ന് പ്രാർത്ഥിക്കാനെങ്കിലും അത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ നോക്കൂ, അതുപോലെ ദരിദ്രർക്ക്, പാവപ്പെട്ടവർക്ക്, നിരാലംബർക്ക് സഹായം നൽകുക എന്നുള്ളത് മുസ്ലിം വനിതയുടെ കടമയാണ്. നിങ്ങൾ ഉമ്മുൽ മസാകീൻ, അഗതികളുടെ മാതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സൈനബ് ബിൻത് ഹുസൈമ റളിയല്ലാഹു തആല അൻഹ. അവരെ കുറിച്ച് ഇസ്ലാമിക ചരിത്രം പറയുന്നത്, സാധുക്കളായ പാവപ്പെട്ടവരായ നിരാലംബരായിട്ടുള്ള വിഷപ്പടക്കാൻ പ്രയാസമനുഭവിക്കുന്ന സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക്, മനുഷ്യർക്ക് അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോവുക. ഹിജാബിനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിർബന്ധമായ കാര്യമാണ്. ആദ്യമായിട്ട് എന്താണ് ഹിജാബ് എന്ന് മനസ്സിലാക്കണം. ഹിജാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ, ഒരു സ്ത്രീ അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും മറക്കുക എന്നുള്ള, അതാണ് ഹിജാബ്. അല്ലാതെ മുഖം മൂടി അല്ല. അത് ഹിജാബ് എന്നുള്ളതിൻ്റെ അർത്ഥപരിധിയിൽ അത് വരുന്നില്ല. ശിരോവസ്ത്രം ധരിച്ചതിൻ്റെ ബാക്കി മാറിലൂടെ താഴ്ത്തിയിടുക, അതാണ് ഹിജാബ്. അതിന് വിശുദ്ധ ഖുർആനിലെമ്പാടും തെളിവുകളുണ്ട്. 24-ാം അധ്യായം 31-ാമത്തെ സൂക്തം, അതിൽ കാണാം, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. അതായത് അവരുടെ സൗന്ദര്യത്തിൽ നിന്ന് പ്രകടമായതൊഴികെ അവർ വെളിപ്പെടുത്തിക്കൂടാ. എന്നിട്ടോ അവരുടെ ശിരോവസ്ത്രം ബിഹുമുരിഹിന്ന, ഹുമുർ ഹിമാർ എന്ന് പറഞ്ഞാൽ ശിരോവസ്ത്രം, അതെന്ത് ചെയ്യട്ടെ? അവരുടെ മാറുകളിലൂടെ താഴ്ത്തിയിടട്ടെ. അത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ 24-ാം അധ്യായം 31-ൽ പറയുകയാണ്. ഈ ആയത്തിൻ്റെ അവതരിച്ചു കഴിഞ്ഞപ്പോൾ, ഇത് നിങ്ങൾ പലപ്പോഴും കേട്ടതാണ്, ഞാൻ പെട്ടെന്ന് പറയാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാൻ, അന്ന് ഇന്നത്തെ പോലെ വനിതകൾക്ക് ഡ്രസ്സില്ല. അവരുള്ള ഡ്രസ്സ് എന്ത് ചെയ്തു? അവർ വസ്ത്രം എന്ത് ചെയ്തു? പിന്നെ കീറി അങ്ങനെ തലയും കഴുത്തും മാറൊക്കെ മറച്ചു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ അവർ ഒരിക്കലും അവരുടെ വിദ്യാഭ്യാസ രംഗത്തെ അക്കാഡമിക് മികവ് അത് കൊഴിഞ്ഞു പോയിട്ടില്ല. എത്രയോ സംഭവങ്ങൾ നിങ്ങൾക്കറിയുമോ? നമ്മുടെ ഈ കാലഘട്ടത്തിൽ പിന്നെ എത്രയോ വനിതകൾ, കർണാടകയിലെ ഒരു MLA ഉണ്ട്. ആ MLAയുടെ പേരെന്ന് പറയുന്നത് കനീസ ഫാത്തിമ എന്നുള്ളതാണ്. അവിടുത്തെ MLA ആണ്. അവരവിടുത്തെ നിയമനിർമ്മാണ സഭയിൽ പർദ്ദയിട്ട് മഫ്തയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ ചില ആളുകൾ പറയാ, പിന്നെ തലയിൽ തട്ടമിട്ടാൽ അവൾ അറുപഴഞ്ചനായി, അവൾ വിവരത്തിനും വിദ്യാഭ്യാസത്തിനും എതിരാണ് എന്നുള്ളത്. അതൊക്കെ തെറ്റാണ്. അതായത് അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ, അവർ തട്ടിട്ട് വന്ന് പറയാണ്, തട്ടമിട്ട കുട്ടി അത് ഭീകരത സൃഷ്ടിക്കുന്നു, മറ്റുള്ള കുട്ടികളുടെ മനസ്സുകളിൽ ഭയമുണ്ടാക്കുന്നു എന്ന്. ഇവർക്കറിയുമോ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം? ഫ്രീഡം ഫൈറ്റേഴ്സ് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ ഒരു പേര് കാണാം, എം ഹലീമ ബീവി. 918-ൽ ജനിച്ച് 2000 ആണ്ടിൽ മരണപ്പെട്ട എം ഹലീമ ബീവി. അവര് തിരുവല്ലയിൽ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു എന്നാണ്. അവർ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇന്ത്യയിലെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതി, ആ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് ഫാത്തിമ ബീവി ആയിരുന്നു. തട്ടമിട്ട വനിതയായിരുന്നു. ഇന്ത്യ രാജ്യം നോക്ക്, ലോകത്ത്
ജനസംഖ്യയിൽ ഏറ്റവും നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി അത് ഒരു മുസ്ലിം വനിതയാണ്, തട്ടമിട്ട വനിതയാണെന്നാണ്. അവരുടെ ചരിത്രം പറയുന്നവർ ഗവർണറും ആയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇപ്പം നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു പത്രവാർത്ത എന്ന് പറയുന്നത് 47 വയസ്സായിട്ടുള്ള ജുവാന അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടുള്ള കാസർഗോഡുകാരിയായിട്ടുള്ള ഒരു സ്ത്രീ നീറ്റ് എക്സാം എഴുതിയിട്ട് അവർ MBBS പരീക്ഷയ്ക്ക് MBBS പഠനത്തിന് വേണ്ടി അതിൽ പ്രവേശിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നേടി എന്നുള്ളതാണ്. 47 വയസ്സല്ല, തലയിൽ തട്ടൊക്കെ ഇട്ടുള്ള ഒരു വനിത. അവരെക്കുറിച്ച് പറയുന്നത് അവരുടെ 3 മക്കളും MBBS പഠിക്കുന്നു എന്നുള്ള. ഒന്ന് തിരുവനന്തപുരത്ത് പഠിക്കുന്നു, മൂത്ത മകൾ മറിയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്, രണ്ടാമത്തെ മകൻ കാരക്കൽ വിനായക മിഷൻ മെഡിക്കൽ കോളേജിലാണ്, മൂന്നാമത്തെ മകൻ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ മുസ്ലിം വനിത തട്ടമിട്ടാൽ എല്ലാം തകർന്നു പോകും, നാശമടയും എന്നുള്ളത് മിഥ്യാധാരണയാണ്, അബദ്ധമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ദഅവത്തി രംഗം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നിങ്ങൾക്ക് കർത്തവ്യമുണ്ട് എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഒരൊറ്റായത്ത് മാത്രം, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അന വമനിത്തബഅനി. അതായത് പറയുക പ്രവാചകരെ, ഞാനും എൻ്റെ പിൻപറ്റുന്നവരും അദ്ഉ ഇലല്ലാഹ് അലാ ബസീറ, അല്ലാഹുവിലേക്ക് ഉൾക്കാഴ്ചയോടുകൂടെ ക്ഷണിക്കുന്നു. നമ്മളുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വനിതയും നബിയെ പിൻപറ്റുന്നവരാണല്ലോ. അപ്പം നിങ്ങളുടെ കർത്തവ്യമാണ് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. അതുകൊണ്ട് MGMൻ്റെ ഒക്കെ അണിയറ പ്രവർത്തകരായി നിങ്ങൾ മാറണം എന്നാണ് എനിക്ക് സ്നേഹത്തോടുകൂടെ ഉണർത്തുവാനായിട്ടുള്ളത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് ചുരുക്കി പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ക്ഷമ പാലിക്കണം, വിനയം കാണിക്കണം, അഹങ്കാരത്തിൽ നിന്ന് അകന്നു നിൽക്കണം, അള്ളാഹുവിന് നന്ദി കാണിക്കണം, പരലോക ചിന്തയുള്ള ആളുകളായിരിക്കണം, ആത്മീയമായിട്ടുള്ള ബോധമുള്ള ആളുകളായിരിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായത്തിലെ 102 മുതൽ ഏതാനും വചനങ്ങൾ ഓതിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഫമൻ സഖുലത മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതിൽ പറയാണ്, കാഹളത്തിൽ ഊതപ്പെട്ടാൽ അന്നേ ദിവസം ഒരു ബന്ധങ്ങളും ഉണ്ടാവുകയില്ല. മതം അത് കൈയൊഴിച്ചുകൊണ്ട്, ദീനീ ചിന്തകൾ വർജിച്ചുകൊണ്ട്, ലൗകിക അനുഗ്രഹങ്ങൾ മാത്രം ലാക്കാക്കി മുന്നോട്ട് പോകുന്ന വനിതകൾ മനസ്സിലാക്കുക, വെറും റീൽസും കുഴിമന്തിയും അതുപോലെ ഷോപ്പിങ്ങും അങ്ങനെ പോകുന്നവരുണ്ടല്ലോ. നമസ്കാരമില്ല, ദീനില്ല, ഖുർആൻ പഠനമില്ല, QLS ഇല്ല, അങ്ങനെ പോകുന്നവർ മനസ്സിലാക്കുക, പരലോകത്ത് എന്നാൽ ഫല അൻസാബ ബൈനഹും യൗമഇദിൻ, ഒരു ബന്ധവുമില്ല. വലാ യതസാഅലൂൻ, ആരും അന്വേഷിക്കുകയില്ല. അന്ന് ഫമൻ സഖുലത മവാസീനു, ഏതൊരുത്തന്റെ നന്മയുടെ തുലാസാണോ ഘനം തൂങ്ങുന്നത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരായിരിക്കും വിജയികൾ. വമൻ ഖഫ്ഫത മവാസീനു, ആരുടെ നന്മയുടെ തുലാസാണോ ഘനം കുറഞ്ഞത്, فأولئك الذين خسروا أنفسهم في جهنم خالدون, അവർ ആത്മനഷ്ടം സംഭവിച്ചവരായിരിക്കും, അവർ നരകത്തിൽ നിത്യവാസികളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ധാരാളം ചെയ്തുകൊണ്ട് വിനയമുള്ള മനുഷ്യരായി ജീവിക്കുവാൻ, അങ്ങനെ നന്മ നിറഞ്ഞ ദീനി അന്തരീക്ഷമുള്ള കുടുംബമാക്കി നമ്മുടെ കുടുംബത്തെ പരിവർത്തനം നടത്തുവാൻ, സമൂഹത്തിന് നന്മ ചെയ്യാൻ, അള്ളാഹുവിൻ്റെ ഖുർആനിനോട് കൂറും മമതയും പ്രതിബദ്ധതയുമുള്ള ആളുകളായി മാറുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ ഇണയിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നീ റഹ്മത്ത് ചൊരിയണമേ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.